വാക്യത്തിൽ യേശു കർത്താവ് സ്തോത്രം 3 ശിഷ്യന്മാരെ, പത്രോസിനെ, യാക്കോബിനെ, യോഹന്നാനെ വിളിച്ച് മറുരൂപ മലയിലേക്ക് കയറിപ്പോകുകയാണ്. ട്രഡീഷൻ പറയുന്നത്, പാരമ്പര്യം പറയുന്നത് അത് താബോർ മലയെന്നാണ്. എന്നാൽ മിക്കവാറും ഈ അടുത്ത കാലത്ത് അല്ലെങ്കിൽ മോസ്റ്റ് മോഡേൺ യുഗത്തിൽ തിയോളജിയന്മാർ പറയുന്നത് അത് താബോർ മലയാകാനുള്ള സാധ്യത കുറവാണ്, അത് ഹെർമോനിയ മല ആകാനുള്ള സാധ്യതയാണ് കൂടുതൽ. എന്തായാലും മറുരൂപ മലയിലേക്ക് പുതിയ നിയമത്തിൻ്റെ തൂണുകളായ 3 പേർ കയറിപ്പോകുകയാണ് യേശുവിനോടൊപ്പം. ഏറ്റവും മുന്നിൽ പോകുന്നവൻ വളരെ വേഗം നന്നായി കയറിപ്പോകുകയാണ്. ഏറ്റവും മുന്നിൽ പോകുന്നയാളെ ഈ ലീഡർ എങ്ങനെ ഇരിക്കുമോ അതുപോലെ ഇരിക്കും ചർച്ച്. ഏറ്റവും മുന്നിൽ പോകുന്ന ആൾ വളരെ വേഗത്തിൽ കയറുന്നു, കാരണം അവൻ എല്ലാറ്റിനും ചാമ്പ്യനാണ്. ഞാൻ അവനെ നോക്കി ഇങ്ങനെ പറയട്ടെ, ഹീസ് ദ ചാമ്പ്യൻ ഓഫ് കാൽവരി. അവൻ കാൽവരിയുടെ ചാമ്പ്യനാണ്. സോ അങ്ങനെ അവന് ഈ ഏറ്റവും മുന്നിൽ കർത്താവ് ഇങ്ങനെ വേഗത്തിൽ കയറിപ്പോകുന്നു. പുതിയ നിയമസഭയിലെ സ്തോത്രം ഇപ്പോഴാണ് തകഞ്ഞത്. പത്രോസ്, യാക്കോബ്, യോഹന്നാൻ 3 പേര് സ്തോത്രം അവരെങ്ങനെ പിന്നിൽ നിന്ന് ഇങ്ങനെ കയറിപ്പോന്നു. അപ്പോൾ 3 പേർ യേശുവിനോടൊപ്പം താഴെ നിന്ന് മേലേക്ക് കയറുമ്പോൾ 2 പേർ മേലെ നിന്ന് താഴേക്ക് ഇറങ്ങുന്നു. 3 പേർ താഴെ നിന്ന് മേളിലേക്ക് പോകുന്നു, 2 പേർ താഴെ നിന്ന് മേളിലേക്ക് ഇറങ്ങുന്നു. ഈ തലമുറയിൽ ഇന്നും ദൈവത്തെ അന്വേഷിച്ച് കയറിപ്പോകാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദൈവത്തിൻ്റെ മഹത്വം ഇറങ്ങി വരിക തന്നെ ചെയ്യും. പ്രത്യേകത, ഒലിവിൽ അല്പം പോലും പാടില്ല. നിന്റെ ഒരു ദിവസം പോലും പാഴാകത്തില്ല. നിന്റെ എല്ലാ ദിവസവും നിനക്കൊരു പ്രയോജനമുണ്ട്. എല്ലാ ദിവസവും സ്വർഗത്തിന് നിന്നെ ഉപയോഗിക്കണം. നിന്റെ ഒരു ദിവസം ആശുപത്രിയിലോ രോഗക്കിടക്കയിലോ ICUയിലോ പാടായി പോകത്തില്ല. അയ്യോ, ദൂതേറ്റെടുക്ക. നിന്റെ ഒരു ദിവസം പോലും നീ തുരുമ്പ് പിടിക്കത്തില്ല. നിന്റെ തുരുമ്പുകളെ ഇന്ന് പകൽ കർത്താവ് ക്യാൻസൽ ചെയ്യുകയാണ്. ഉപയോഗിക്കും തോറും നിന്റെ മൂർച്ച കൂടുവാൻ പോകുകയാണ്. കതിരവിളക്ക് എബ്രായ ഭാഷയിൽ പറഞ്ഞാൽ മിനോറ, അതിൽ 7 നാളങ്ങളുണ്ട്. യെശയ്യാ പ്രവചനം 11:1 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ ആത്മാവിൻ്റെ 7 ജ്വലനങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് അവിടെ കാണുവാൻ തൊക്കെ കഴിയും. ജ്ഞാനത്തിൻ്റെ ആത്മാവ്, പരിജ്ഞാനത്തിൻ്റെ ആത്മാവ് എന്നൊക്കെ തുടങ്ങിയുള്ള 7 നാളങ്ങളുണ്ട്. അതിൻ്റെ പ്രത്യേകത അത് കെട്ടുപോകാത്തതായ വിളക്കാണ്. അപ്പോൾ ഒന്ന് പാടില്ല, 2 നീ കെട്ടുപോകത്തില്ല. ഓ കമോൺ, 2 നിങ്ങൾ കെട്ടുപോകത്തില്ല. മാനവ ചരിത്രത്തിലെ 2ാമത്തെ ഏറ്റവും വലിയ പ്രവാചകനാണ് മോശ. മാനവ ചരിത്രത്തിൽ 1ാമത്തെ ഏറ്റവും വലിയ പ്രവാചകൻ കർത്താവായ യേശുവാണ്. ലൂക്കോസ് സുവിശേഷം 24:19 വായിക്കുമ്പോൾ അവൻ വാക്കിലും പ്രവൃത്തിയിലും ശക്തിയുള്ള പ്രവാചകൻ. ഒരിക്കൽ കൂടെ, വാക്കിലും പ്രവൃത്തിയിലും ശക്തിയുള്ള പ്രവാചകൻ. അപ്പോൾ യേശു കർത്താവ് വാക്കിലും പ്രവൃത്തിയിലും ശക്തിയുള്ള പ്രവാചകൻ. പ്രോഫറ്റ്സ് എന്ന് മാത്രമല്ല, പ്രവാചകൻ എന്ന് മാത്രമല്ല, എല്ലാറ്റിലും യേശുവാണ് നമ്പർ 1. സ്തോത്രം. 2ാമത്തെ ഏറ്റവും വലിയ പ്രവാചകൻ എന്ന് പറയുന്നത് മോശയാണ്. മോശയ്ക്ക് പല ടൈറ്റിലുകൾ വിടുതൽ നൽകുന്ന ഒരു ഡെലിവററാണ്, ഒരു വിടുവിക്കുന്നവനാണ്. ആ പദം ഞാൻ വീണ്ടും പറയും. അവനൊരു വിടുവിക്കുന്നവനാണ്. യേശുവിൻ്റെ നാമത്തിൽ ഈ പട്ടണത്തിൽ കുരുക്കൾ കിടക്കുന്ന ഒത്തിരി എണ്ണത്തിനെ ദൈവസഭ വിടുവിക്കട്ടെ. പെട്ടകമെന്ന് പറയുന്നത് ക്രിസ്തുവിനെയാണ് വെളിപ്പെടുത്തുന്നത്. അപ്പോൾ ക്രിസ്തു നിന്നിലാണ്, നീ ക്രിസ്തുവിലുമാണ്. ഒരിക്കൽ കൂടെ, പുതിയ നിയമത്തിൽ നീ ക്രിസ്തുവിലാണ്, ക്രിസ്തു നിന്നിലുമാണ്. അതുകൊണ്ട് ദുരാത്മ ശക്തികൾക്ക്, ആക്സിഡന്റിന്, ക്യാൻസറിന്, മാരക രോഗങ്ങൾക്ക്, സ്ട്രോക്കിന് ഒക്കെ അവയ്ക്ക് നിന്നെ കാണാൻ പറ്റും. പക്ഷെ യേശുവിൻ്റെ നാമത്തിൽ നിന്നെ തൊടാൻ പറ്റത്തില്ല. എല്ലാ കിടരോഗത്തിൻ്റെ കെട്ടുകൾ അഴിഞ്ഞു മാറട്ടെ. താഴ്വരയിൽ ഒഴുകിയ നൈൽ നദിയിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ തുടക്കം. താഴ്വരയിൽ തുടങ്ങിയവൻ തീർന്നത് പർവ്വതത്തിന് മുകളിലാണ്. ഓ കമാൻ, നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഞാൻ കൊണ്ടുപോവാം. സ്തോത്രം. താഴ്വരയെ തുടങ്ങിയവൻ അവസാനിച്ചത് പർവ്വതത്തിന് മുകളിലാണ്. എൻ്റെ നിന്റെ ശുശ്രൂഷ, എൻ്റെ നിന്റെ ജീവിതം ആരംഭത്തെക്കാൾ അവസാനം ഒത്തിരി നല്ലതായിരിക്കും. നിന്റെ ജീവിതത്തിൻ്റെ അവസാന വർഷങ്ങൾ അധികം മഹത്വമുള്ളതായിരിക്കും. അവൻ്റെ ജനം കണ്ടത്, ആ 30 ലക്ഷം ജനം കണ്ടത് തങ്ങളുടെ പാസ്റ്റർ, തങ്ങളുടെ നേതാവ് ഇറങ്ങുന്നവനായിട്ടല്ല കണ്ടത്. കോരിക്കൂടെ ഞങ്ങളുടെ ലീഡർ എന്ന് പകൽക്കാലം ഈ അങ്കിൾ ആൻറ്റിയെ നോക്കി ദൈവകൃപയാൽ ഞാൻ പറയട്ടെ, നിങ്ങൾ ഇറങ്ങുന്നവരായി ഞങ്ങൾ കാണത്തില്ല. അവസാന സമയത്തും താൻ പ്രാർത്ഥിക്കുകയായിരുന്നു, അവസാന സമയത്തും താൻ ആരാധിക്കുകയായിരുന്നു, അവസാന സമയത്തും താൻ ശുശ്രൂഷിക്കുകയായിരുന്നു, അവസാന സമയത്തും താൻ പ്രവചിക്കുകയായിരുന്നു, അവസാന സമയത്തും താൻ പ്രസംഗിക്കുകയായിരുന്നു എന്ന വിധത്തിൽ കയറുന്ന ഒരു ലൈഫ് സ്റ്റൈൽ അതാണ് സ്തോത്രം നമ്മുടെ ജീവിതം. കേൾക്കുന്നവർ ആമേൻ പറഞ്ഞാട്ട്.
അങ്ങനെ മോശ 120 വയസ്സ് പ്രായമുള്ളവനായി ഇവിടെ വെച്ച് മരിച്ചു. പക്ഷേ ഇടയ്ക്ക് വെച്ച് അഹരോൻ മരിച്ചപ്പോൾ പുള്ളി പറഞ്ഞതായ ഒരു കാര്യമുണ്ട്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറഞ്ഞതാണ് 70 അല്ലെങ്കിൽ ഏറെ ആയാൽ 80 എന്നാണ് പറഞ്ഞത്. ചിലപ്പോൾ നീ തന്നെ നിനക്ക് ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ ടൈറ്റിൽ പറഞ്ഞു ഇനിയുണ്ട്. ഈ ത്രൂ ഔട്ട് ഈ ദൂതിൽ ഇന്ന് പകൽ നിങ്ങൾക്കുള്ളതായ ദൂത് ഇതാണ്. ഇനിയുമുണ്ട്. ഈ ഒഴിഞ്ഞു കിടക്കുന്ന പേജസിൽ കർത്താവ് വീണ്ടും എഴുതി ചേർക്കാൻ വേണ്ടി പോകുകയാണ്. ഓ ലോർഡ്, എവിടെയോ നീ സ്റ്റക്കായി, എവിടെയോ നീ ചതഞ്ഞു പോയി. പക്ഷെ തമ്പുരാൻ പറയുന്നു നോ, തീർന്നിട്ടില്ല. എൻ്റെ കരം ഇപ്പോഴും നിന്റെ മേലോ തന്നെ ഉണ്ട്. ആൽഫ എന്ന് ഞാൻ ആരംഭിച്ചെങ്കിൽ ഒമേഗ എന്ന് ഞാൻ തീർക്കുവാൻ തക്കവണ്ണം വിശ്വസ്തനാണ്. ശബ്ദമുയർത്തി ഒരു നിമിഷം ദൈവത്തെ ആരാധിച്ച് മോശ മരിച്ചു എന്നാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. എന്നാൽ ആവർത്തന പുസ്തകം 34 മാത്രമല്ല, പഴയ നിയമത്തിൻ്റെ ഒരു പേജസിലും കാണാത്തതായ, പഴയ നിയമത്തിൻ്റെ ഒരു സ്ഥലത്തും കാണാൻ കഴിയാത്തതായ ഒരു കാര്യം യൂദയുടെ ലേഖനം 9-ാം വാക്യത്തിൽ നിങ്ങൾക്ക് കാണാൻ തക്കവണ്ണം കഴിയും. യൂദയുടെ ലേഖനം 9-ാം വാക്യം. സ്തോത്രം. യൂദ നിയമത്തിൽ ഒരിടത്തും കാണാൻ തക്കവണ്ണം കഴിയത്തില്ല. എന്നാൽ പ്രധാന ദൂതനാകുന്ന മിഖായേൽ മോശയുടെ ശരീരത്തെക്കുറിച്ച് പിശാചിനോട് തർക്കിച്ച് വാദിക്കുമ്പോൾ ഒരു ദൂഷണ വിധി ഉച്ചരിപ്പാൻ തുനിയാതെ കർത്താവ് നിന്നെ ഫൽസിക്കട്ടെ എന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ മോശയുടെ ശരീരത്തെക്കുറിച്ച് പിശാചിനോട് തർക്കിച്ച് വാദിക്കുമ്പോൾ, ആവർത്തന പുസ്തകം 34-ാം അധ്യായത്തിൽ മോശ മരിച്ചു കിടക്കുമ്പോൾ അവിടെ സാത്താൻ വന്നെന്നും അവിടെ മിഖായേൽ ഇറങ്ങിയെന്നും മിഖായേൽ സാത്താനോട് സ്തോത്രം പിശാചും മിഖായേലുമായിട്ട് തമ്മിലൊരു തർക്കം ഉണ്ടായെന്നൊന്നും അവിടെ എഴുതിയിട്ടില്ല. പഴയ നിയമത്തിൽ എഴുതിയിട്ടില്ലെന്ന് പറഞ്ഞാൽ അതില്ലെന്ന് ഒരിക്കലും പറയില്ല. കാരണം പഴയ നിയമത്തിൽ എഴുതാത്ത അല്ലെങ്കിൽ വേദപുസ്തകത്തിൽ ചില സംഭവങ്ങൾ നടക്കുമ്പോൾ അത് അവിടെ രേഖപ്പെടുത്തിയില്ലെങ്കിലും പിന്നത്തേതിൽ ചിലത് നിങ്ങൾക്ക് കാണാൻ ഗുണം കഴിയും. സ്തോത്രം. കാരണം കാര്യം മറച്ചു വെക്കുന്നത് കർത്താവിൻ്റെ മഹത്വമാണ്. ഒരിക്കൽ കൂടെ ചിലത് നിങ്ങൾ വായിച്ചു വരുമ്പോൾ ചിലത് മനസ്സിലാകുന്നില്ലെങ്കിൽ ദൈവസന്നിധിയിൽ വീണ്ടും സ്തോത്രം എന്നെപ്പോലെ പഠിക്കാനുള്ള നല്ലൊരു മനസ്സോടെ ദൈവകൃപയാൽ കാത്തിരുന്നാട്ടെ. എൻ്റെ എക്സൈറ്റ്മെൻറ്റ് അമേരിക്ക പോകുന്നതല്ല, ഒരു കോൺഫറൻസ് അല്ല. എൻ്റെ എക്സൈറ്റ്മെൻറ്റ് ക്രൂസൈഡ് അല്ല. എൻ്റെ എക്സൈറ്റ്മെൻറ്റ് കർത്താവിൻ്റെ വചനത്തിൽ നിന്ന് ലഭിക്കുന്ന ദൈവത്തിൻ്റെ വെളിപ്പാടാണ്. റിയലി. അതുകൊണ്ട് 2-3 കാര്യങ്ങൾ ഞാൻ പറയട്ടെ. പ്രധാനമായി പഴയ നിയമത്തിൽ നമ്മൾ വായിച്ചു വരുമ്പോൾ മനസ്സിലാകാത്ത കാര്യങ്ങൾ ചില പുസ്തകങ്ങളോ ചില പേജസോ കഴിയുമ്പോൾ ഈവൻ പുതിയ നിയമത്തിൽ എഴുതിയിരിക്കുന്നത് കാണുവാൻ ഗുണം കഴിയും. ഉദാഹരണമായി ഹാനോക്കിലേക്ക് നോക്കിയാട്ടെ. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം 21 മുതൽ 24 വരെയുള്ള വാക്യങ്ങളിലാണ് ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നെന്ന് തിരുവചനത്തിൽ കാണുവാൻ കഴിയുന്നത്. പക്ഷേ പഴയ നിയമത്തിൽ ഉൽപ്പത്തി 5-ന്റെ 21 മുതൽ ഹാനോക്ക് പ്രവചിച്ചെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയത്തില്ല. പക്ഷെ യൂദ പറയുന്നു 14-15 സ്തോത്രം അതെ ഹാനോക്ക് പ്രവചിച്ചു. പഴയ നിയമത്തിൽ പറയുന്നില്ല. പഴയ നിയമത്തിൽ ഹാനോക്ക് പ്രവാചകൻ എന്ന് പറയുന്നില്ല. പക്ഷെ പുതിയ നിയമത്തിൽ പറയുന്നു ഹാനോക്ക് പ്രവചിച്ചു. പഴയ നിയമത്തിൽ നോഹയെക്കുറിച്ച് പറയുമ്പോൾ നോഹ പ്രസംഗിച്ചു സ്തോത്രം. പക്ഷേ പുതിയ നിയമത്തിൽ 2 പത്രോസ് 2:5 വായിക്കുമ്പോൾ പത്രോസ് പറയുന്നു നോഹ നീതി പ്രസംഗിയായിരുന്നു. ആരോട് പറയാൻ? കമാൻ. ഹല്ലേലൂയ. സോ പഴയ നിയമത്തിൽ കിട്ടാത്തത് പുതിയ നിയമത്തിൽ പത്രോസ് പറയുന്നവൻ നീതി പ്രസംഗിയായിരുന്നു. അത് എന്താ പത്രോസേ നിനക്ക് എവിടെ നിന്നാണ് കിട്ടിയത്? അത് പത്രോസ് പറയും ലോകത്തിലെ ബെസ്റ്റ് ബൈബിൾ കോളേജിൽ 3.5 വർഷം ചേർന്ന് പഠിക്കാൻ ദൈവം എനിക്ക് ഭാഗ്യം നൽകി. ലോകത്തിലെ ബെസ്റ്റ് ബൈബിൾ കോളേജിൽ 3.5 വർഷം ഞാൻ ചേർന്ന് പഠിക്കുകയായിരുന്നു. ഗമാലിയന് വചനം അറിയാം, അന്നത്തെ ഒരു പണ്ഡിതനാ. അതുപോലെ പരീശന്മാർക്ക് വചനം അറിയാം, സദൂക്യർക്ക് വചനം അറിയാം. പക്ഷെ ഞാൻ ചേർന്ന് നടന്നവനുണ്ടല്ലോ, അവൻ വചനം ജഡമായി തീർന്നവനാ. അവനാണ് വചനം. സോ അവർ തമ്മിലുള്ള കോൺവെർസേഷനിൽ, സംഭാഷണത്തിൽ യേശു കർത്താവ് പറഞ്ഞാണ് നോഹ പ്രസംഗിച്ചെന്ന് പറയല്, നോഹ നീതി പ്രസംഗിയാണ്. സോ ഹാനോക്ക് പ്രവചിച്ചെന്ന് പഴയ നിയമം പറയുന്നില്ല. പുതിയ നിയമത്തിൽ യൂദ പറയുന്നു ഹാനോക്ക് പ്രവചിച്ചു. അവിടെ 2 മന്ത്രവാദികൾ ഉണ്ടായിരുന്നു. നിങ്ങൾക്കറിയാം മന്ത്രവാദികൾ. ആ മന്ത്രവാദികളുടെ കയ്യിൽ എന്തോ ഉണ്ടായിരുന്നു? കാലം കുട ഉണ്ടായിരുന്നോ? പറ. സ്തോത്രം. മഴയല്ലയോ? നല്ല മഴയായതുകൊണ്ട് കുടയെന്നാണോ ആരാണ്ട് പറഞ്ഞേ? നോ. മന്ത്രവാദികളുടെ കയ്യിൽ മന്ത്രവടി ഉണ്ടായിരുന്നു. അതാണ് അവരുടെ താക്കോൽ. എന്തോ താക്കോൽ? അവിടെ അന്ധകാര മണ്ഡലത്തെ തുറക്കാൻ, ദുരാത്മ മണ്ഡലങ്ങളെ തുറക്കേണ്ട താക്കോലാണ് അവൻ്റെ വടി. ഈ വടിയോടെയാണ് അവൻ ദുരാത്മാവിനെ തുറന്ന് ആ ദുരാത്മ മണ്ഡലത്തിൽ പ്രവേശിക്കുന്നത്. നമ്മുടെ കയ്യിലും ഒരു താക്കോൽ തമ്മിൽ തന്നിട്ടുണ്ട്. അതാണ് സ്തുതി.
ഓ കം ഓൺ. സ്തുതി അവന്റെ പ്രാകാരങ്ങളിൽ പ്രവേശിക്കുന്നത് സ്തുതിയോടെയാണ്. സ്തുതിയാണ് പാസ്വേഡ്. അവന്റെ പാസ്വേഡ് എന്ന് പറയുന്നത് എന്നത് അവന്റെ വടിയാണ്. അവൻ്റെ വടിയാണ്. നിങ്ങൾക്ക് ആ സൺഡേ സ്കൂൾ സ്റ്റോറിക്ക് അറിയാം. സ്തോത്രം, മോശയുടെ വടി അല്ലെങ്കിൽ അഹരോന്റെ വടി നിലത്തിട്ടു. സ്തോത്രം, മന്ത്രവാദികളുടെ വടിയും നിലത്തിട്ടു. മന്ത്രവാദികളുടെ വടികൾ അവർക്ക് എന്നേക്കുമായി നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ അവൻ്റെ പൂജാമുറിയുടെ സ്തോത്രം, അവൻ്റെ പൂജാമുറിയെ പൂട്ടിയിട്ട്, അവൻ്റെ ആഫീസിനെ പൂട്ടിയിട്ടാണ് മോശ തൻ്റെ ശുശ്രൂഷ തുടങ്ങിയത്. യേശുവിൻ്റെ നാമത്തിൽ ഈ പട്ടണത്തിന് ചുറ്റുമുള്ള പലതിനെ പൂട്ടിയിട്ടാണ് ദൈവം അടക്കിയാണ്. ആ രണ്ട് മന്ത്രവാദികളുടെ വടി നഷ്ടപ്പെട്ടു. പക്ഷേ മോശയുടെ വടി കുറച്ചുകൂടെ തിക്കറും സ്ട്രോങ്ങറുമായി തീർന്നു. മോശയുടെ വടി കുറച്ചുകൂടെ തിക്കറും സ്ട്രോങ്ങറുമായി. ഓരോ പോര് കഴിയുമ്പോൾ നീ സ്ട്രോങ് ആകുകയാണ്. സോ ആ മന്ത്രവാദികളുടെ പേരാണ് ജാനേസും എംബ്രേസും. ജാനേസും എംബ്രേസും എന്ന് പുറപ്പാട് പുസ്തകത്തിൽ എഴുതിയിട്ടില്ല. പക്ഷെ തീമോഥെയോസിലെ ലേഖനത്തിൽ പൗലോസ് എഴുതുമ്പോൾ ജാനേസും എംബ്രേസും എന്ന് വളരെ കൃത്യമായി പറയുന്നു. പഴയ നിയമത്തിൽ ഒരു കോണിലില്ലാത്ത മറുവശത്തുണ്ട്. ഇനി ഏലിയാവിൻ്റെ കാലത്തുള്ള ക്ഷാമത്തെ നോക്കിയാട്ടെ. ക്ഷാമം, സ്തോത്രം, 3.5 വർഷമാണ് ക്ഷാമമെന്ന് വ്യക്തമായി 1 രാജാക്കന്മാരുടെ പുസ്തകം 17 മുതൽ നിങ്ങൾക്ക് കാണാൻ കഴിയത്തില്ലെങ്കിലും യാക്കോബ് പറയുന്നു, 5-ാം അധ്യായം 17-18 വാക്യത്തിൽ യാക്കോബ് പറയുന്നു 3.5 വർഷമായിരുന്നു ക്ഷാമം എന്ന്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എനിക്കിങ്ങനെ പറഞ്ഞു പോകാൻ തക്കണം കഴിയും. ഒരിടത്ത് നടന്നത് വ്യക്തമായില്ലെങ്കിലും വേറൊരു വശത്ത് ദൈവകൃപയാൽ കർത്താവ് വെളിപ്പെടുത്തിയിട്ടുണ്ട്. സോ ഏകദേശം 3500 വർഷങ്ങൾക്കും അല്ലെങ്കിൽ 4000 വർഷത്തോളം മുമ്പ് സ്തോത്രം ലോകത്തിലെ 2ാമത്തെ ഏറ്റവും വലിയ പ്രവാചകൻ സ്തോത്രം ഇതാ മരിക്കുകയാണ്. മോശ ഇതാ മരിക്കുകയാണ്. മോശ മരിക്കുന്നതായ സമയത്ത് പെട്ടെന്ന് ഒരു സംഭവം അവിടെ നടക്കുന്നു. ആ അന്തരീക്ഷം അങ്ങ് പെട്ടെന്ന് ചില്ലായി കാണും, പെട്ടെന്ന് അങ്ങ് തണുത്ത് കാണും. ഒരു വല്ലാത്ത തണുപ്പ്, നല്ല തണുപ്പല്ല, മൂന്നാറിൻ്റെ തണുപ്പല്ല, ഒരു വല്ലാത്ത തണുപ്പും ഒരു വല്ലാത്ത നാറ്റവും ഒക്കെ ആ അന്തരീക്ഷത്തിൽ അങ്ങ് വ്യാപരിച്ചു. വല്ലാത്തൊരു തണുപ്പും, ചില ചർച്ചസിൽ ചെല്ലുമ്പോൾ അങ്ങനെയാച്ചാ, ഒരു വല്ലാത്ത തണുപ്പും അപ്പോൾ മോശ മരിച്ചപ്പോൾ ആ അന്തരീക്ഷത്തിലൊരു വല്ലാത്ത തണുപ്പും വല്ലാത്തൊരു നാറ്റവും അങ്ങ് വ്യാപരിച്ചു. നാറ്റ വ്യാപരി. ഈ ദുരാത്മാവ് വരുമ്പോൾ സാത്താനുള്ളിടത്ത് നാറ്റവും ഉണ്ട്, വല്ലാത്തൊരു തണുപ്പും ഉണ്ട്. എന്നാൽ യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ കർത്താവ് പറഞ്ഞാൽ അവിടെ തീയുണ്ട്, അവിടെ നറുമണവുമുണ്ട്. ഏറ്റെടുക്ക്. നറുമണം. ലൈഫ് നാറിപ്പോകത്തില്ല, ശുശ്രൂഷ നാറിപ്പോകത്തില്ല. നറുമണം ചുമക്കും. ക്രിസ്തുവിൻ്റെ സൗരഭ്യ വാസന വെളിപ്പെടട്ടെ. അറ്റ്മോസ്ഫിയർ തണുത്ത് വല്ലാത്തൊരു നാറ്റമൊക്കെ ഇങ്ങനെ വ്യാപരിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ തിരിഞ്ഞു നോക്കി, എന്താ ഈ നാറ്റം, എന്താ ഈ വല്ലാത്ത തണുപ്പൊക്കെ ഇങ്ങനെ കടന്നു വരുന്നത്. അപ്പോൾ സാത്താൻ വരികയാണ്. നരകം തുറന്ന് സാത്താൻ ഇതാ വരികയാണ്. ഒരു സ്പെഷ്യൽ അറ്റാക്കുമായി സാത്താൻ വരികയാണ്. വേറെ ആര് മരിച്ചിട്ടും സാത്താൻ വന്നില്ല. അബ്രഹാം മരിച്ചപ്പോൾ ആ പഞ്ചായത്തിലുണ്ടെന്ന് പോലും തിരുവചനം പറയുന്നില്ല. ഇസഹാക്ക്, യാക്കോബ്, യോസെഫ്. മക്കളെ ആ ഫാൻ വേണ്ടെങ്കിലും അങ്ങ് ഓഫ് ചെയ്തേ. കാരണം തണുപ്പിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ആൻറ്റി അങ്ങ് വല്ലാതെ തണുത്തു പോയി. സ്തോത്രം. ഫാൻ അങ്ങ് ഓഫ് ചെയ്തേ. ഓക്കെ, ആവശ്യമില്ലാത്തെല്ലാം തണുക്കട്ടെ, ആവശ്യമുള്ളതെല്ലാം ഓണാകട്ടെ. ഹല്ലേലൂയ. കണ്ടോ, എന്തോ പറഞ്ഞാൽ ഇവിടെ അത് സംഭവിക്കും. ഈ നല്ല പ്ലാറ്റ്ഫോമിനായി സ്തോത്രം. എന്തോ പറഞ്ഞാലും സംഭവിക്കും. ഓ ഗ്ലോറി. അപ്പോൾ നോക്ക്, തിളച്ച എണ്ണ പോലെയാണ്. കടുവങ്ങ് ഇട്ടാൽ മതി, അത് തന്നെ സംഭവിക്കും. സ്തോത്രം. അപ്പോൾ ഈ പുൽപ്പിറ്റിൻ്റെ അഭിഷേകത്തിനായി സ്തോത്രം. സോ വിഷയം ഇതാണ്. മോശ മരിച്ചപ്പോൾ അവിടെ മാത്രം ഈ അറ്റാക്ക് ഉണ്ടാക്കുന്നു. അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ്, യോസെഫ്. അതിനുശേഷം പലരും മരിച്ചല്ലോ. എലീശ ഉൾപ്പെടെയുള്ളവർ മരിച്ചു. അവിടെ എങ്ങും സാത്താൻ തിരിഞ്ഞു നോക്കിയില്ല. പക്ഷേ മോശ മരിച്ചപ്പോൾ മാത്രമാണ് ഈ അറ്റാക്ക് ഉണ്ടായത്. അതിനർത്ഥം എനിക്ക് ധ്യാനിച്ച മനസ്സിലായി, ഈ മോശയുടെ പിശാചിന് വല്ലാത്ത കെറുവായിരുന്നു. മോശയോട് മാത്രം പിശാചിന് ഭയങ്കര ദേഷ്യമായിരുന്നു. ഞാൻ ഒരു കാര്യം ഉള്ളതുപോലെ പറയട്ടെ, ചിലരോട് സാത്താന് ഭയങ്കര ദേഷ്യമാണ്. പക്ഷെ വേറെ ചിലരുണ്ട്, വേറെ ചില പ്രാസംഗികരുണ്ട്, പാസ്റ്റർമാരുണ്ട്, വിശ്വാസികളുണ്ട്. അവർക്ക് സാത്താൻ ഉള്ളതുപോലും അറിയത്തില്ല.
കാര്യം എന്താണെന്നറിയോ? ദൈവത്തിന് ഈ സ്നേഹിതനിൽ നിന്ന് വിടിവിക്കാൻ കഴിയത്തില്ല. ദൈവത്തിന് ശത്രുവിൽ നിന്ന് മാത്രമേ വിടിവിക്കാൻ കഴിയത്തുള്ളൂ. ഓ പോയി 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 ഒരിക്കൽ കൂടെ നിങ്ങൾക്ക് മനസ്സിലായില്ല. ദൈവത്തിന് സ്നേഹിതനിൽ നിന്ന് വിടിവിക്കാൻ കഴിയത്തില്ല. ദൈവത്തിന് ശത്രുവിൽ നിന്ന് വിടിവിക്കാനേ കഴിയത്തുള്ളൂ. അപ്പൊ പിശാചിന്റെ സ്നേഹിതനെങ്കിൽ ദൈവത്തിന്റെ ശത്രുവാണ്. ദൈവത്തിന്റെ സ്നേഹിതനെങ്കിൽ പിശാചിന്റെ ശത്രുവാണ്. പുറപ്പാട് 33:11 പറയുന്നു, മോശ ദൈവത്തിൻ്റെ സ്നേഹിതനായിരുന്നു. ഒരു സ്നേഹിതനെ പോലെയായിരുന്നു ദൈവമായ കർത്താവ് മുഖാമുഖമായി മോശയോട് എന്നും എപ്പോഴും എവിടെയും സംസാരിച്ചിട്ടിരുന്നത്. അപ്പോൾ പിശാചിന് ഈ മോശയോട് സ്തോത്രം ദേഷ്യമാകാൻ 3 പ്രധാനപ്പെട്ട റീസൺസ് ഞാൻ പറയാം. ഇവൻ മരിച്ചപ്പോൾ ചത്താനും വിടത്തില്ല, ചത്താനും പോരാട്ടം അവസാനിക്കുന്നില്ല എന്ന ക്രമത്തിൽ ഈ എക്സ്ട്രാ പോരാട്ടം വരാൻ സ്തോത്രമുള്ള 3 കാര്യം ഏറ്റവും കുറച്ചാണ്. നിങ്ങൾ ധ്യാനിച്ചാൽ കൂടുതൽ കിട്ടുമായിരിക്കും. എല്ലാവർക്കും കോപ്പി റൈറ്റ് തന്നിരിക്കുന്നു. ഈ പ്രസംഗം എല്ലാവരും പ്രസംഗിച്ചോളണം. സ്തോത്രം എന്നോർത്ത് പ്രാർത്ഥിച്ചാൽ മാത്രം മതി, നോ പ്രോബ്ലം. അപ്പോൾ 3 പ്രധാനപ്പെട്ട കാര്യം പറയട്ടെ. നമ്പർ 1, ഈ 30 ലക്ഷത്തെ വിടുവിച്ചവനായിരുന്നു ഇവന്. ഒരിക്കൽ കൂടെ, ഈ 30 ലക്ഷത്തെ വിടുവിച്ച മനുഷ്യനായിരുന്നു ഇവന്. സ്തോത്രം. വെള്ളത്തിൽ നിന്ന് വലിച്ചെടുത്തത് കൊണ്ട് അവന് എന്തോ പേര് കിട്ടി പറഞ്ഞോട്ടെ? മോശ എന്ന് പേര് കിട്ടി. നിങ്ങൾക്കറിയാം. സ്തോത്രം. അപ്പോൾ അവനെ വെള്ളത്തിൽ നിന്ന് വലിച്ചെടുത്ത് അവൻ്റെ വിടുതൽ അവനിൽ മാത്രം ഒതുങ്ങിയില്ല. യേശുവിൻ്റെ നാമത്തിൽ സംഭവിക്കട്ടെ. നിന്റെ വിടുതൽ ആയിരക്കണക്കിന് ജനത്തിൻ്റെ വിടുതലിന് കാരണമാകാൻ പോവുക. ഏറ്റെടുക്കണം. ദൂത് ഏറ്റെടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ ഏത് കമ്മ്യൂണിറ്റിയിൽ നിന്ന്, ഏത് വിഭാഗത്തിൽ നിന്നാണോ നീ വിടുതൽ പ്രാപിച്ച് ദൈവസഭയിൽ കടന്നു വന്നത്, രക്ഷിക്കപ്പെട്ട ദൈവകൃപയിൽ കടന്നു വന്നത്, ശ്രദ്ധ ഉൾപ്പെടെയുള്ള എല്ലാവരെയും നോക്കി കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ അങ്ങ് ശഠിച്ചു പറയുകയാണ്, നിന്റെ വിടുതൽ നിന്റെ കമ്മ്യൂണിറ്റിയുടെ വിടുതലാക്കി തീർപ്പാൻ ദൈവത്തിന് കഴിയും. ഒരു മോശയുടെ വിടുതൽ 30 ലക്ഷത്തിൻ്റെ വിടുതലായി. നിന്റെ വിടുതൽ നിന്നിൽ മാത്രം ഒതുങ്ങത്തില്ല. ദൈവം നിന്നെ വിടുവിച്ചത് ആയിരങ്ങൾക്ക് വിടുതൽ കൊടുപ്പാനാണ്. നീ ഒരു വിടുതലിന്റെ ചാനലാണ്. അത് സാത്താന് ഭയങ്കര ദേഷ്യമാണ്. ഈ ആടിനെ വിടുവിച്ചപ്പോഴാണ് കരടിയും സിംഹവും ഒക്കെ ചെറുക്കൻ്റെ നേരെ തിരിഞ്ഞത്. അപ്പോൾ വിടുതലിന്റെ ശുശ്രൂഷമായി നടക്കുന്നവനോട് സാത്താന് ഭയങ്കര കെറുവാണ്. സ്തോത്രം. മീറ്റിംഗ് കഴിഞ്ഞിട്ട് മറ്റേ ആപ്ലിക്കേഷൻ ലെവലിലുള്ള കവറിൽ മറ്റേ സ്വാതന്ത്ര്യ വാങ്ങുന്ന പ്രൊഫഷണൽ പ്രീച്ചേഴ്സിന് സാത്താന് ഒരു ദേഷ്യമില്ല. പക്ഷെ നരകത്തെ പൊളിച്ച് സ്വർഗത്തെ നിറയ്ക്കുന്ന വിടുതലിന്റെ ശുശ്രൂഷ ചെയ്യുന്നവനോട് സാത്താന് ഭയങ്കര ദേഷ്യമാണ്. ഞാൻ വിളിച്ചു പറയട്ടെ, നിന്റെ ജീവിതം നിമിത്തം, നിന്റെ ശുശ്രൂഷ നിമിത്തം സാത്താന് നഷ്ടമുണ്ടാകാൻ പോകുന്നു. നിന്റെ ജീവിതവും നിന്റെ ശുശ്രൂഷ നിമിത്തം സ്വർഗത്തിന് ലാഭമുണ്ടാകാൻ പോകുന്നു. നീ നിമിത്തം നരകത്തിന് നഷ്ടവും സ്വർഗത്തിന് ലാഭവുമാണ്. നല്ലൊരു ആമേൻ കേൾക്കട്ടെ. അപ്പോൾ 1 വിടുതൽ അവനിലൂടെ നടന്നത്. നമ്പർ 2, അവനിലൂടെയാണ് ദൈവവചനം വന്നത്. ഞാൻ പറഞ്ഞു, തോറ എന്ന് പറയുന്ന ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം ഉൾപ്പെടെയുള്ളതായ ദൈവവചനം, വിധികൾ, ചട്ടങ്ങൾ, പ്രമാണങ്ങൾ, കൽപ്പനകൾ ഉൾപ്പെടെയുള്ള ദൈവവചനം ഈ ജനത്തിന് പകരപ്പെട്ടത് മോശയിലൂടെയാണ്. അത് സാത്താന് ഭയങ്കര ദേഷ്യമാണ്. കാരണം ഈ രാജ്യത്തിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ ദൈവം മോശയിലൂടെയാണ് കൊടുത്തത്. ഈ രാജ്യത്തെ മറ്റ് രാജ്യത്തെക്കാൾ വ്യത്യസ്തമാകുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടല്ലോ, ഭരണ സംവിധാനം ഉണ്ടല്ലോ, അത് സ്തോത്രം, അത് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ മലയാളം എന്താ? കോൺസ്റ്റിറ്റ്യൂഷൻ. അത് മോശയിലൂടെയാണ്. സ്തോത്രം. ഭരണഘടന മോശയിലൂടെയാണ് ദൈവം കൊടുത്തത്. അപ്പൊ ഇതനുസരിച്ച് അങ്ങ് ജീവിച്ചാലുണ്ടല്ലോ യോമാർ അനുഗ്രഹിക്കപ്പെടും.